നമസ്കാരം. വെച്ചുച്ചിറയിൽ എയ്ഡഡ് സ്കൂൾ അധ്യാപികയുടെ ഭർത്താവിന്റെ ആത്മഹത്യ ശമ്പള കുടിശ്ശിക കാരണമാണെന്ന് ആരോപിച്ച് പത്തനംതിട്ട DO ഓഫീസ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത നടപടി സർക്കാരിന് തിരിച്ചടിക്കും. വീഴ്ചയുടെ പേരിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തതിന് കാരണമായി പറഞ്ഞിരുന്ന വസ്തുത തെറ്റാണെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖ പുറത്തുവന്നു. സംഭവം നടന്നപ്പോൾ തന്നെ ജീവനക്കാരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നുള്ള വസ്തുത മറുനാടൻ വാർത്തയാക്കിയിരുന്നു. ആത്മഹത്യ ചെയ്തയാളുടെ വീട്ടുകാരുടെ പ്രചരണം മാധ്യമങ്ങൾ കൂടി ഏറ്റെടുത്തതോടെ പാർട്ടി കുടുംബത്തോടുള്ള കൂറ് കാണിക്കാനും ജനരോഷം ശമിപ്പിക്കുന്നതിനും സർക്കാരിന്റെ മുഖം രക്ഷിക്കുന്നതിനും വേണ്ടി ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുകയായിരുന്നു. DO ഓഫീസിലെ 3 ജീവനക്കാരുടെ സസ്പെൻഷന് കാരണമായി പറഞ്ഞിരുന്ന വസ്തുത തെറ്റെന്ന് തെളിയിക്കുന്നതാണ് വിവരാവകാശ രേഖകൾ. എയ്ഡഡ് സ്കൂളിലെ അധ്യാപികയുടെ ശമ്പളം സമയബന്ധിതമായി നൽകാൻ നടപടിയെടുത്തില്ലെന്ന കാരണത്താലായിരുന്നു സസ്പെൻഷൻ. നാറാണമൂഴി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ അധ്യാപിക ലേഖ രവീന്ദ്രന്റെ ശമ്പളം ശരിയാക്കാൻ കഴിഞ്ഞ ജനുവരി 31 ശേഷം നടപടി ഉണ്ടായിട്ടില്ല എന്നത് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടു എന്നതായിരുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഓഗസ്റ്റ് 4 ഇറക്കിയ സസ്പെൻഷൻ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ജനുവരി 31 ശേഷം ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടികൾ വിവരാവകാശ പ്രകാരം ചോദിച്ചപ്പോഴാണ് മാർച്ച് 6 ശമ്പളം നിജപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പുറപ്പെടുവിച്ചെന്ന കാര്യം പുറത്തുവന്നത്. മകന്റെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പണം കണ്ടെത്താനാവാത്തതിൽ മനം നൊന്ത് അച്ഛൻ ആത്മഹത്യ ചെയ്തതോടെയാണ് അധ്യാപികയുടെ ശമ്പള പ്രശ്നം പുറത്തുവന്നത്. റാന്നി അത്തിക്കയം വടക്കേ ചെരുവിൽ VT ഷിജോ ഓഗസ്റ്റ് 3 ആത്മഹത്യ ചെയ്തത്. ഷിജോയുടെ ഭാര്യ ലേഖ രവീന്ദ്രന്റെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്യാൻ നടപടി ഉണ്ടായില്ലെന്ന ആരോപണമാണ് ആത്മഹത്യയെ തുടർന്ന് ഉയർന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. എന്നാൽ ജൂലൈ 7 മുതൽ പ്രാബല്യത്തിൽ വരുന്ന നിലയിൽ 51,400 രൂപ ശമ്പളമായി നിജപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ജൂലൈ 6 പുറപ്പെടുവിച്ചിരുന്നു. നിജപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ലേഖ രവീന്ദ്രൻ ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ പ്രഥമ അധ്യാപികയെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ചുമതലപ്പെടുത്തുകയും ചെയ്തു. DO ഓഫീസിലെ PA NG അനിൽകുമാർ, സൂപ്രണ്ട് S ഫിറോസ്, സെക്ഷൻ ക്ലർക്ക് R ബിനി എന്നിവരെയാണ് ജനുവരി 31 ശേഷം ഫയലിൽ നടപടിയെടുത്തില്ലെന്ന കാരണത്താൽ സസ്പെൻഡ് ചെയ്തത്. 2012 ഒരു അധ്യാപിക രാജിവെച്ച തസ്തികയിലേക്കാണ് ലേഖയെ നിയമിച്ചത്. രാജിവെച്ച അധ്യാപിക പിന്നീട് അതേ തസ്തികയിൽ അവകാശവാദം ഉന്നയിച്ച് കോടതിയിൽ പോയതോടെ നിയമന തർക്കവും ഉണ്ടായി. ലേഖയുടെ നിയമനം ഉപാധികളോടെ അംഗീകരിച്ച് ഹൈക്കോടതി 2024 നവംബർ 26 ഉത്തരവിട്ടിരുന്നു. ശമ്പളം നിജപ്പെടുത്തിയതിനു ശേഷം ഫെബ്രുവരി മുതൽ ശമ്പളം നൽകിയതിന്റെ രേഖകളും DO ഓഫീസിലുണ്ട്. ഇത് സംബന്ധിച്ച് മുൻപ് മറുനാടൻ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. അത് നാറാണമൂഴി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ അധ്യാപിക ലേഖ രവീന്ദ്രന്റെ ഭർത്താവ് VT ഷിജോ ജീവനൊടുക്കിയ വിവാദത്തിൽ സസ്പെൻഷനിലായ വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാരുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന അഭിപ്രായം ഉയർന്നു എന്ന തരത്തിൽ തന്നെ നമ്മൾ വാർത്ത കൊടുത്തിരുന്നു. കേസും വ്യവഹാരങ്ങളും മറ്റുമായി വർഷങ്ങൾ നീണ്ട വിഷയത്തിൽ DO ഓഫീസിൽ നിന്നും കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം. ജനുവരി മുതൽ ഇക്കഴിഞ്ഞ ജൂലൈ 2 വരെ ലേഖ രവീന്ദ്രൻ ശമ്പളം കൈപ്പറ്റിയിരുന്നു. കിട്ടാനുള്ളത് 2012 മുതൽ കഴിഞ്ഞ വർഷം വരെയുള്ള ശമ്പള കുടിശ്ശികയാണ്. ഇത് സ്കൂളിൽ നിന്നും സ്പാർക്കിൽ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് ഘട്ടം ഘട്ടമായി ലഭിക്കുന്നതാണെന്നും മറുനാടൻ വാർത്ത നൽകിയിരുന്നു.